ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഓഫ് സേഫ് ഹോം ജർമ്മനി. എല്ലാവർക്കും നമസ്കാരം. മൈ നെയിം ഈസ് അഡ്വക്കേറ്റ് സച്ചിൻ ജോസഫ് വെർണൂർ ആൻഡ് ദ ഫൗണ്ടർ ഓഫ് ഡോയ്സ് മിറ്റ് സച്ചിൻ ആൻഡ് എക്സാലൻഡോ ഡോക്. ഒരു പക്ഷേ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്നവർക്ക് എൻ്റെ മുഖം പരിചിതമായിരിക്കും. ഞാൻ ഇന്ന് കുറേ നാളായിട്ട് സംസാരിക്കണം എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. കാരണം കഴിഞ്ഞ ഒരു 6-7 വർഷങ്ങളായിട്ട് ഞാൻ ഈ ജർമ്മനിയുമായിട്ട് നല്ല ബന്ധമുണ്ട്. 2011 ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നത്. പക്ഷെ അതിനുശേഷം ഒരു ഡിസ്റ്റൻസ് വന്നെങ്കിലും ഇപ്പം കുറച്ച് കാലമായിട്ട് നല്ല ഇന്റൻസ് ആയിട്ട് ജർമ്മനിന്റെ പഠനത്തെക്കുറിച്ചും ജർമ്മൻ ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും അതേപോലത്തെ ജർമ്മനി പഠിക്കാൻ പോകുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഗൈഡ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഇന്റർവ്യൂവിനൊക്കെ പ്രിപ്പയർ ചെയ്യാറുണ്ട്. നമ്മൾ പലതരത്തിലുള്ള വീഡിയോസുകളൊക്കെ കാണാറുണ്ട്. ജർമ്മനിക്ക് വരരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പ്രധാനമായിട്ടും ഡിഗ്രി കഴിഞ്ഞിട്ട്, +2 കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടില് ജോലി ഇല്ലാതെ അലയുന്ന പലരും ഉണ്ട്. എൻ്റെ ഒരു ജർമ്മൻ എക്സ്പീരിയൻസ് ഞാൻ പറയാം. നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ പാരൻസിന് എത്ര അധ്വാനിച്ചിട്ടും അല്ലെങ്കിൽ എത്ര കഷ്ടപ്പെട്ടിട്ടും അവരെ ആരോഗ്യം കുറയുകയല്ലാതെ നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് വരാൻ പറ്റുന്നില്ലെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് പ്രായം കുറവാണെങ്കിൽ നിങ്ങൾ ഹൗസ് ബിൽഡ് ചൂസ് ചെയ്യണം. നിർബന്ധമായും ചൂസ് ചെയ്യണം. കാരണം എൻ്റെ ഒരു വിശ്വാസത്തില് ഒരു ഭവനത്തിൽ ഒരു കുടുംബത്തിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ മതി, ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടു. അത് നിങ്ങളാവട്ടെ. ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് 20 വയസ്സുള്ള കൊച്ചുങ്ങളും 19 വയസ്സുള്ള കൊച്ചുങ്ങളും ഒക്കെ ജർമ്മനി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ ജർമ്മനിക്ക് പോകുന്നവരെ ഞാൻ നോക്കിയിരുന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ എടുക്കുന്ന തീരുമാനം ഇത്രത്തോളം വീട്ടിലൊക്കെ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ലെന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ജർമ്മനി ജീവിച്ച ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് കൃത്യമായി പറയാൻ പറ്റും, നമ്മുടെ ജീവിതത്തില് അല്ലെങ്കിൽ നമ്മുടെ പാരൻസിന് എല്ലാ ദിവസവും കഷ്ടപ്പെട്ടിട്ടും അവരുടെ ആരോഗ്യം കുറയുകയല്ലാതെ നമുക്കൊരു സാമ്പത്തികമായിട്ടുള്ള സ്ഥിരത ഉണ്ടാകുന്നില്ലെങ്കിൽ മക്കളെ, ജീവിതത്തിൽ ഒരാളെങ്കിലും ഒരു നല്ലൊരു തീരുമാനമെടുത്ത് ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കണം. ഒരു പക്ഷെ നിങ്ങൾ നടന്നു പോകുന്ന പാതകള് ഈസി ആയിരിക്കണമെന്നില്ല. നിങ്ങൾക്ക് ലാംഗ്വേജ് പഠിക്കേണ്ടതുണ്ട്, പരീക്ഷ പാസ്സാവേണ്ടതുണ്ട്, അവിടെ ചെന്ന് പഠിക്കേണ്ടതുണ്ട്. പക്ഷെ ഞാൻ പറയാലോ, ഈ ഒരു കാര്യങ്ങളൊന്നും വലിയ കഠിനമുള്ള കാര്യങ്ങളല്ല. ഇതിനു വേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ, ഇതിന് ചെയ്യാമെന്നുള്ള സന്തോഷത്തോടെ ഇറങ്ങുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളിത് നിങ്ങളിത് നേടും. എൻ്റെ അനുഭവമാണ്. അല്ലാത്ത പക്ഷം ആരെങ്കിലും നമ്മളെ സഹായിക്കാൻ വരുമെന്ന് കാത്തിരിക്കുവാണെങ്കിൽ ജീവിതകാലം മുഴുവൻ നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കും. എനിക്ക് പലരെയും അറിയാം, ഈ ഒരു ജർമ്മൻ ലാംഗ്വേജ് പഠനത്തിൽ ഇറങ്ങിയിട്ട് പകുതിക്ക് വെച്ച് പറ്റില്ലെന്ന് പോയിട്ട് ഇപ്പം റിഗ്രറ്റ് ചെയ്തിട്ടിരിക്കുന്നവരെ. സോ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ നാടിന് വളർച്ച ഇനിയും അത്യാവശ്യമാണ്. നമ്മൾ ഇനി എത്രത്തോളം ക്വാളിഫൈഡ് ആണെങ്കിലും നമുക്ക് ഒരാളുടെ കീഴിൽ ജോലിക്ക് നിൽക്കേണ്ട വന്നാൽ നമ്മൾ എത്രത്തോളം വീട്ടിലേക്ക് കൊണ്ടുപോകും? അത് വെച്ച് നമുക്കൊരു കുടുംബം നോക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ റീലുകളൊക്കെ കാണാറുണ്ടോ? വരണ്ട, ഒന്നും ഭയങ്കര ബുദ്ധിമുട്ടാ. പക്ഷെ ഈ പറയുന്ന ആളെപ്പോഴും ജർമ്മനിയിൽ തന്നെയായിരിക്കും. ഇതെല്ലാവരെയും ഒരു മനുഷ്യന്റെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ആലോചിക്കാൻ. എന്റെ സ്വപ്നങ്ങൾ ആയിരിക്കത്തില്ല നിങ്ങൾക്കുള്ളത്, നിങ്ങളുടെ ജീവിതാനുഭവം ആയിരിക്കത്തില്ല എനിക്കുള്ളത്. പക്ഷെ ആർക്കൊക്കെ എന്തെല്ലാം തരത്തിലുള്ള ജീവിതാനുഭവം ഉണ്ടോ, ഒരു നാള് ഞാനും നിങ്ങളും മണ്ണടി. അതുവരെയെങ്കിലും നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം. അതുവരെയെങ്കിലും നമ്മൾ കാരണം മറ്റുള്ളവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ സൗഭാഗ്യം എന്താണ് മറ്റവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുക? അതുകൊണ്ട് +2 കഴിഞ്ഞ കുട്ടികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങിത്തിരിക്കുക. നിങ്ങൾ ഉറപ്പായിട്ടും വിജയിക്കും. ഞാൻ എഴുതി തരാം, നിങ്ങൾ വിജയിക്കും. നിങ്ങൾക്ക് വേണ്ടത് വിജയിക്കണം എന്നൊരു ചിന്ത മാത്രമാണ്, അല്ലെങ്കിൽ രക്ഷപ്പെടണം എന്നൊരു ചിന്ത മാത്രമാണ്. ഫൈൻഡ് ദ റൈറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രേ വെൽ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പണിയെടുത്ത് പണിയെടുത്ത് മാത്രമല്ല, പ്രേ വെൽ ആൻഡ് വർക്ക് ഹാർഡ്. ഓക്കെ. ഞാൻ ഏതൊരു വായിച്ച ബുക്കിൽ പറയുന്നതാണ്, ഓറ എറ്റ് ലബോറ, വർക്ക് ആൻഡ് പ്രേ. സോ അതുപോലെ തന്നെയാണ് പഠിക്കുക, പ്രാർത്ഥിക്കുക. ഒരു കൃത്യമായിട്ട് ലക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. കൃത്യമായിട്ട് വരും. കൃത്യമായിട്ടുള്ള പാറ്റേൺ നിങ്ങളുടെ വീട്ടിലേക്ക് വരും. കാരണം നിങ്ങൾക്കൊരു ഏകാഗ്രത വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ വഴികൾ ക്ലിയർ ആണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങളിങ്ങനെ അലസമായിട്ട് ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നും എത്തത്തില്ല. ഇറങ്ങിത്തിരിക്കുക, ബാക്കി വഴി നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വരും. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻ നിങ്ങൾക്ക് വരാം. ജർമ്മൻ പഠിക്കണം, പഠിക്കണം, അതവിടെ അത്യാവശ്യമാണ്.
പക്ഷെ വേറെ രാജ്യത്ത് പോകണം, കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് വേറെ രാജ്യത്ത് പോകണം, അപ്പനും അമ്മയില്ല ജീവിക്കണം. ശരിയാണ്. അല്ലാതെ ഒരാൾ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കാതെ എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു സ്ഥാനത്തേക്ക് എത്തിപ്പെടുക? ഇഷ്ടംപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സാമ്പിൾ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പൊ ഞാൻ വഴി ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന കുട്ടികളുടെ കഥകൾ, അല്ലെങ്കിൽ എന്നിലേക്ക് വന്ന ആൾക്കാരുടെ കഥകൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ആഹ് ഒരു ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വീടുകളൊക്കെ ശ്രദ്ധിക്കും. അപ്പൊ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, എത്ര മോശമായ സിറ്റുവേഷനിൽ നിന്നാണ് ഈ കുട്ടി ഒരു തീരുമാനം എടുക്കുന്നത്. ആ കുട്ടി വീട് രക്ഷപ്പെടുത്തണം എന്നൊരു ചിന്തയില്ല, വേറെ രാജ്യത്തിലേക്ക് പോകണം എന്നുള്ളത്. ഞാൻ ആദ്യമായിട്ട് ചെന്നപ്പോൾ, ജർമ്മനി ചെന്നപ്പോൾ ഞാൻ കരുതിയ ഒരു കാര്യമാണ്, ഞാനാണ് ഇവിടെ ആദ്യമായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പൊ ഞാൻ കണ്ടു 1970-കളിൽ വന്നവരെ, എത്രയോ മുമ്പ് വന്നിരിക്കുന്നതാണ്. അവരവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നു, അവരുടെ ഫാമിലി സന്തോഷത്തോടെ ജീവിക്കുന്നു, അവരുടെ ബന്ധത്തിലുള്ളവരെ ജർമ്മനിക്ക് കൊണ്ടുവരുന്നു, അവരുടെ ഫാമിലി സെക്യൂർഡ് ആവുന്നു. അപ്പൊ ഞാൻ എപ്പോഴും പറയാണ്ട്, ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പലരും അത് റോങ് ആണെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഹൗസ് ബിൽഡിംഗ് ഒരിക്കലും റോങ് അല്ല. നിങ്ങളൊരു സ്റ്റുഡന്റ് ആണ്, നിങ്ങൾക്ക് ഒരു ആവറേജ് മാർക്സ് നിങ്ങൾക്ക് കയ്യിലുള്ളൂ എങ്കിൽ, നിങ്ങൾക്ക് ഒരു പെട്ടെന്ന് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് വരണമെങ്കിൽ, നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് നിങ്ങളുടെ പാരൻസിനെ സന്തോഷത്തോടെ കൊണ്ടുവരണമെങ്കിൽ, അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന കുറച്ച് കാലഘട്ടമെങ്കിലും അവർ സന്തോഷത്തോടെ നിലനിർത്തണമെങ്കിൽ, ചൂസ് ഹൗസ് ബിൽഡിംഗ്. ജർമ്മനി എന്ന് പറയുന്ന കൺട്രി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഹൗസ് ബിൽഡിംഗ്. ആ ഹൗസ് ബിൽഡിങ്ങിൽ നിങ്ങൾ പഠിക്കുന്ന ഓരോ മാസവും നിങ്ങൾക്ക് ഒരു സ്റ്റൈപ്പൻഡ് ലഭിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആൻഡ് തിയറി ക്ലാസ്സുകളായിരിക്കും ഉണ്ടാകുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾ കുറച്ചും കൂടി ഓവർവെൽമഡ് ആവും. സാധാരണ ഒരു ഫോൺ ഉപയോഗിച്ച ആൾ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഐഫോൺ പോലെയുള്ള ഫോണുകൾ മേടിക്കും. ഞാനൊരു മെറ്റീരിയലിസ്റ്റിക് ലൈഫ് സ്റ്റൈൽ അല്ല ഫോളോ ചെയ്യുന്നത്, പക്ഷെ അത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുതരുന്ന മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഓരോ വസ്തുക്കൾ കൂട്ടിവെച്ചു എന്നുള്ള അത് നിങ്ങളുടെ ജീവിതത്തെ എത്രത്തോളം ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിൽ നല്ല ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്, ഒരു മാസം നല്ല എമൗണ്ട് നിങ്ങൾക്കുണ്ട്, എങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ നോക്കണ്ട, നിങ്ങൾ മാസ്റ്റേഴ്സിന് പോയിക്കോ, ഡോക്ടറേറ്റ് ചെയ്തോ, ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഒരു സാധാരണ മിഡിൽ ലോവർ ക്ലാസ് ഫാമിലിക്ക് രക്ഷപ്പെടണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു തവണയെങ്കിലും എന്നെ ഓർത്ത് എൻ്റെ അപ്പൻ അല്ലെ അമ്മ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ധൈര്യമായിട്ട് ഇറങ്ങി തിരിച്ചോ. ആരോടും പറയാതെ ഇറങ്ങി തിരിച്ചോ, പോകും പറഞ്ഞാൽ മതി. കാരണം നല്ല വളർച്ചകൾ ഒരിക്കലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. സോ ഇറ്റ് ഈസ് മൈ പ്രോമിസ് ടു എവരിബഡി. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആകിത്തീരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, പെട്ടെന്ന് ഡിസപ്പോയിന്റഡ് ആകാതെ ഇരിക്കാനായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ, ഡീൽ വിത്ത് സ്ട്രോങ് പീപ്പിൾ, ഡീൽ വിത്ത് ഓംബിഷ്യസ് പീപ്പിൾ. സോ അതുകൊണ്ട് തന്നെ ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു റോങ് ചോയ്സ് അല്ല, അത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. സോ ചൂസ് നൈസ്ലി ആൻഡ് ചൂസ് വൈസ്ലി. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഹൗസ് ബിൽഡിംഗ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പ്രത്യേകിച്ച് ഞാൻ കാണുന്ന അഡ്വാൻറ്റേജ്, ആ രാജ്യത്തിന്റെ പഠനമാണ് നിങ്ങൾ പഠിക്കുന്നത്, അതിനുശേഷം നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ജോലി കിട്ടും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതിൽ കൂടുതൽ ഡൗട്ടുകളും കാര്യങ്ങളും നിങ്ങൾക്ക് റൈറ്റ് ഇൻ ദ കമന്റ് സെക്ഷൻ. I will comment it and I will make a video about your questions. So it is me signing off, Sajin from Safe Home Germany, and see you in the next video.